നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ വെബ് സീരീസായ ഫാർമ കണ്ടു. ഒരു വൺ ടൈം വാച്ചബിൾ സീരീസ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. മെഡിക്കൽ ഫീൽഡിൽ എക്സ്പെഷ്യലി ഫാർമസി ഫീൽഡിൽ നടക്കുന്ന അഴിമതിയും ബിസിനസ് തന്ത്രങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ വെബ് സീരീസിൽ അവർ റിവീൽ ചെയ്യുന്നത്. അരുൺ പുരുഷോത്തമനാണ് ഈ സീരീസ് കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി എടുത്തിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നമ്മളിങ്ങനെ ഓരോ സീനും ഇങ്ങനെ കണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സംഭവമായിട്ട് സീരീസ് പോയിട്ടില്ല. വെബ് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബ്രേക്ക് എടുക്കും അടുത്ത എപ്പിസോഡ് കാണാനായിട്ട്. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലാണ് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ഫുൾ എപ്പിസോഡ് ഇരുന്ന് കാണുള്ളൂ. അപ്പൊ ഞാൻ ഫുൾ എപ്പിസോഡും ഒറ്റ സ്ട്രെച്ചിലാണ് കണ്ടത്. കഥ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടിരിക്കുക. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഈ സീരീസിലുള്ളത്. നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സീരീസിലൂടെ അവർ പറഞ്ഞു തരുന്നുണ്ട്. ഫാർമസി ഫീൽഡിലും മെഡിക്കൽ ഫീൽഡിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഒരു 25 മിനിറ്റ് ദൈർഘ്യം വരുന്ന 8 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പൊ ഇതിലെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ നിവിൻ പോളി ഓക്കെ ആയിരുന്നു. ഭയങ്കര ഒരു അഭിനയിച്ച് തകർക്കാനുള്ള ഒരു വേഷമൊന്നുമില്ല. പക്ഷേ പുള്ളി ആ ഒരു KP വിനോദ് എന്നുള്ള ഒരു ക്യാരക്ടറായിട്ട് നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. പുള്ളീനെ ആ ഒരു ക്യാരക്ടർ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് തന്നെയാണ് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ശ്രുതി രാമചന്ദ്രൻ ഒരു ഡോക്ടറായിട്ട് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും ഭയങ്കര ആപ്റ്റ് ആയിരിക്കും. പുള്ളിക്കാരത്തി ആ ഒരു ക്യാരക്ടറിലേക്ക് വന്നിട്ട് നല്ല രസമായിട്ട് തന്നെ ഇതും ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കഥാപാത്രം രജിത് കപൂറിൻ്റെ ആണ്. പുള്ളി ഒരു ഈ ഫാർമസി ഇതിന്റെ അഴിമതി അവരുടെ പ്രശ്നങ്ങൾക്കെതിരെ പോരാടുന്ന വേറൊരു സംഘത്തിന്റെ ഒരു ആളായിട്ടാണ്. അപ്പൊ പുള്ളി അത് നല്ല രീതിയിൽ തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. ഭയങ്കര സെറ്റിലായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നന്നായിട്ട് തന്നെ ആ പെർഫോമൻസ് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. വീണ നന്ദകുമാർ, നരേൻ അവരൊക്കെ ചെറിയൊരു റോളുകളിലാണ് വന്നു പോകുന്നത്. അപ്പൊ അവരും കിട്ടിയ റോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബിനു പപ്പുവിന്റെ ക്യാരക്ടറും നല്ല രസമായിരുന്നു. ഇതുപോലെ തന്നെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന്റെ ഒരു ഹെഡായിട്ടാണ് പുള്ളിയും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ജെക്സ് ബിജോയ് ആണ് ഈ സീരീസിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒന്നോ രണ്ടോ പാട്ടുകളുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സംഭവങ്ങളൊക്കെ അതൊക്കെ അത്യാവശ്യം ആ സീരീസിന് ആപ്റ്റായ രീതിയിൽ തന്നെ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രാഫി നല്ല രസമുണ്ട്. ചില ഷോട്ടുകളൊക്കെ നമ്മൾ ഓർത്തിരിക്കും. അഭിനന്ദൻ രാമാഞ്ജനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് സാരംഗാണ്. എഡിറ്റിംഗ് വർക്കും കൊള്ളാവുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ ഇതിന്റെ ടൈറ്റിൽ ഗ്രാഫിക്സ് വരുന്ന സംഭവം നല്ല രസമുണ്ടായിരുന്നു. ആ ഫാർമ എന്ന് എഴുതി കാണിച്ച് അതിൽ കുറെ റെപ്രസെന്റേറ്റീവുള്ള ഒരു കാർട്ടൂൺ ആനിമേഷൻ വരുന്നുണ്ട്. അതും നല്ല രസമുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കണ്ടുനോക്കാവുന്ന ഒരു വെബ് സീരീസ് തന്നെയാണ് ഫാർമ. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ സീരീസ് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.